പോകട്ടെ. കെട്ടിക്കോ. അപ്പോഴേ പരമേശ്വരനാരെ, ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രം ഉണ്ടോ? അതില്ല. പക്ഷേ പക്ഷേ അത് പിന്നെ തങ്കപ്പന്നാര് പറയുന്നത്. എനിക്ക് തങ്കപ്പനാര് പറഞ്ഞ കാര്യം കേൾക്കണ്ട. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പനാരല്ല, മാധവമെന്ന. എന്താ രാവിലെ ചൂട്? പിന്നല്ലാണ്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാ. എന്നാലും തങ്കപ്പനാര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവർക്കൊക്കെ വില. കഴിഞ്ഞ തവണ തങ്കപ്പനായർ നടത്തിയ ഉത്സവം ഗംഭീരായിരുന്നേ. ഇത് അതിലും ഗംഭീരാവും കല്യാണമേ. പത്മിനി, വീട്ടിലേക്ക് പോക്കോളൂ, കാണാം കാണാം. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ. പത്മിനിക്ക് തടിയത്തിന് കൂടുണ്ട് എന്ന് വെച്ചാൽ ആപ്പിക്കൊന്നുമില്ല കേട്ടോ. ചന്ദ്രനായുടെ വിവരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ. വിടണില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല. അവസാനിപ്പിച്ചു പോരാ. അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലഞ്ചട്ടായില്ലേ, ആവശ്യത്തിലുള്ള വകയുണ്ടാക്കിയില്ലേ. ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാം. എന്തേ ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ? പെടക്കലടി പെണ്ണേ, എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി? ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാൻ? പത്മിനി, നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴിയാവണമെങ്കിൽ ആവട്ടെ. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താടി, പഠിക്കാനൊക്കെ ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ. പക്ഷെ ദിവാരും പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്നാ. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയണ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലാന്ന്. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പത്യം. പപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങി. നിക്കടി, ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്നി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? ദാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ ഭാനുമതി സംഭാവന എന്താണെന്ന് വെച്ചാൽ തന്നോളം നിങ്ങൾ സംസാരിക്കേ. നിക്ക പറയട്ടെ. ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണിന്റെ കണ്ട നമ്മടെ പയ്യന് പിന്നെ അമ്പലവും വേണ്ട, ഉത്സവവും വേണ്ട. എന്താ എല്ലാവരും ചിരിക്കണേ? പെരുവ് മോശ. അതിന് ചിരിക്കാ ചെയ്യ. ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലേ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഈ തങ്കപ്പന്നാരുടെ പേര് മാത്രം ഇവിടെ പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നവർ ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരായുടെ ഇളയ മോൻ, തട്ടാൻ കോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ. ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാടിയാ എത്രത്തോളം പാടും. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായരുടെ വരവ് കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കല്ലേ? ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടിന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടുന്ന് വരണേ. എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. മേനോൻചേട്ട ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക. പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോടുള്ള കളി, ഓട്ടൻ തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ? 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 ഞെട്ടണ്ട, വരുന്നുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്ന് വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി. ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാരംഗത്തെ റൂമർ. എന്റെ കുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പുരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8-10 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ.
താൻ പാടുന്നു പറഞ്ഞിട്ട് എന്താ പാടാഞ്ഞ്? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ ഏഴ്സാസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? വലത്. ഒരു മിനിറ്റ്. കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നമായെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ അതിന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ യാവട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിതാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോസറിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പോഴെന്നെ ശ്വാസം നേരെ വീണത്. വരെ യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു? ഗുരു കോളേജിലാ പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിടും. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ ശരി. ആ, അപ്പൊ കേൾക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടനും ഇതാ കുടിക്കുക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അരിമോദകവും ഇരട്ടിമതിൽ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദം. ഇത്തിരി പഞ്ചസാര ഇടേണ്ട ഒരു സ്വീറ്റ് ആകാൻ. പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. എന്ത് കഷ്ടം. വന്നേ. ഒന്നുകൂടി വന്നേ. അതെന്താ ഇത് കൊളാണല്ലോ. അതേ, തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളാണല്ലോ ഒന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടിയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സ്വീറ്റാക്കിയ പോരെ? സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂനിയറെ. അതെ ജൂനിയറെ,
നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ല എന്റെ ജൂനിയർ അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ് തരാം. എറണാകുളത്തുള്ളൊരു കുട്ടിയാ. കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോ. എന്റെ ഒരു 100 കുടിഞ്ഞെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്കൊരു 100 ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവെന്ന് അറിയണമല്ലോ. എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറക്കാം. ഉലകേ മായം. അതൊന്നും അറിയാമല്ലോ. അറിഞ്ഞോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞൂട്ട, ഒരു 50 നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു എല്ലാവരും. നീ ആരാ? എവിടെ ഉള്ളതാ? പോയി വല്ല പണി നോക്കാം. എടാ, എന്നോട് നീ പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാവിടെ എല്ലാവരെയും കിടന്നോ? എടാ നാരായണ, ഒരു തലയുടെ കൂടി ചേർന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടാ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന്. എന്ന് ആരാ? നീ അങ്ങ് ചെന്നാ മതി. പൊക്കോ, ഞാൻ പറഞ്ഞു പറ. ശരി. ഓ, ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ശവൻ 2 വീണല്ലോ നാരായണേട്ടാ. ഇത് ഇപ്പോഴും ജീവനുണ്ട്. ഒരു 100 ദശമൂലം. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ. ഞാൻ ആ കുഞ്ഞൂട്ടനാശാരി തേടിപ്പോയതാ. വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു. പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാ. പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? മാസം 2 ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട്. ഇത് നാരായണേട്ടാ, ആ കുഞ്ഞൂട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിടുവെന്ന്. പോയി. എന്റെ കൈയും കാര്യം പിടിച്ചിട്ട് തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുവരാൻ അവന്റെ അച്ഛനാരാ? തീവണ്ടിയാ? മന്മതലേ കണ്ടാൽ ഉണ്ടോ? അയ്യോ, എന്റെ സഞ്ചിപ്പണി. അല്ല, പണസഞ്ചി. കഞ്ഞിവെള്ളം. ഉപ്പ് ഇട്ടുണ്ടല്ലോ അല്ലേ? ആ, എന്താടി? എന്താ ആരങ്കരയ്ക്ക് കൊടുത്തു നീ? ഇതൊക്കെ വട്ട് പിടിച്ചോ നിനക്ക്? രാധേ, എടീ, നീ കാര്യം പറയടി. യേശുദാസോ? ഗന്ധർവനോ? മനസ്സിലോട് പറ. നോക്ക്, എനിക്ക് വയ്യന്റെ അമ്മോ. എന്താടാ? മോനെ ശശി, നീ കാര്യം എന്താന്ന് പറ. കാര്യമൊന്നുമില്ല. എനിക്കിപ്പോ പോണം. കാര്യം പിടികിട്ടി. കക്കൂഷി പോണോ? എടാ, അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വല്ല തെറിയും പറയൂട്ടോ.
പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം കടിച്ചതുപോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് എന്തെങ്കിലും കാരണം വേണ്ടേ? പണിക്കല്ലാന്ന് പറഞ്ഞ് വല്ലയിടത്തും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. അല്ല, അമ്മാവന്റെ അല്ലേ അനന്തവൻ? അതെ, കാശ് വാങ്ങും. പണി ഞങ്ങൾക്ക് സൗകര്യക്കുമ്പോഴാ. എന്തേ നീ അതൊന്നും പേടിക്കണം കേട്ടോ. ഇത് അതൊന്നുമല്ല. പിന്നെ എനിക്ക് വയ്യ. എന്താ നിനക്ക് വല്ല സുഖമില്ലായ്മ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ശശി, 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 എന്നാ നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കും. ഞാൻ തത്തമംഗലത്തിന് പോകും. തത്തമംഗലത്ത് നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ഓടിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പണി വയ്യ. ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത്? അതെ, ആശാരി പണി അത്ര മോശമൊന്നുമല്ല. ഈ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ പണി എനിക്ക് പറ്റില്ല എന്ന്. ഇവിടെ എന്താ കുഴപ്പമുണ്ടായേ? അത് ഒന്നുമില്ല, എനിക്ക് വേണ്ട, അത്ര തന്നെ. എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല. വൈകുന്നേരം ഞാൻ വന്നിട്ടേ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. നീ പോയിക്കളോ. എന്താ പിണങ്ങിപ്പോയതാ? ഏയ്, അവനെ ഒരു സുഖമില്ലായ്മ. എന്റെ പെങ്ങളെ മോനാ, മിടുക്കനാ. പാട്ട് കേട്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞോണ്ടാ അവൻ വന്നേ. ഇവളല്ലേ കൂടെ പാടിയേ? അല്ല, ഈ ബിസിനസ് ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ ആശാരിപ്പണിക്ക് വന്നേ? ബിസിനസ്സോ? അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. ഓ, അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. നടക്കാൻ വയ്യ, ആമവാദമെന്നാ വൈദ്യര് പറഞ്ഞേ. ഓ, എന്റെ അമ്മേ, കാലം കുറെ ആയല്ലോ ഈ പണി. അതെ അതെ. കുളിക്കാൻ പോവാ? അല്ല, ഊണഴിക്കാൻ പോവാ. മിടുക്കി മിടുക്കി. അതെ അതെ. എടീ, യേശുദാസ് മുങ്ങി. മുഴക്കോലെ, അവിടെ നിക്കടാ. മുഴക്കോലെ, രാഘവോ, ഇന്ന് രാവിലെ എടുത്ത പരിസരമാണല്ലോ. ചെത്തി ചെത്തി തീർന്നല്ലോടാ. ഇത്ര വലിയ പടമാണോ നീ വരക്കണേ? മോന ശരിയാവില്ല. അതിന്റെ വര ശരിയല്ലാത്തോണ്ടാ. ഒരു പെൻസിലിന് മുന ഉണ്ടാക്കാൻ പറ്റില്ല. നീയൊക്കെ എടുത്ത ആശാരിയടാ. വെറുതെ അല്ല അലുമിനിയ കലത്തിന് ഏറുകൊണ്ട് പോലെ ചളിങ്ങിരിക്കണേ. കള്ളപ്പണി എടുത്ത് തിന്നാലുണ്ടല്ലോ, ദഹിക്കൂല. തിന്നത് അങ്ങനെ തന്നെ അതേ പണി പുറത്തേക്ക് പോവും. കുഞ്ഞുട്ടേട്ടൻ വലിയ വർത്താനൊന്നും പറയണ്ട. ചേട്ടൻ വല്ല നാവികസേനയിലും ചേരേണ്ട ആളാ. എന്തിന്? മുങ്ങാൻ. അതേടാ, ശരിയാ, ഞാൻ മുങ്ങനാശാരിയാ. എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങൻ മതിയല്ലോ. എന്താ, കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക. പണിതാ. അതിലൊരു കള്ളത്തരമില്ലാട്ടോ. പിന്നെ മുങ്ങും. 10 സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ. പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമായി. ചായ. ചായ. അപ്പൊ ഞാൻ ചിലപ്പോ മുങ്ങും പൊങ്ങും. അല്ലാതെ പറ്റില്ലല്ലോ. എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശാരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് പണി കഴിഞ്ഞിട്ടുള്ള നേരവും ഇല്ല. ഒന്ന് പോടാ ഉണക്കേ. ആശാരിക്ക് ചായ വേണ്ടേ? എനിക്കൊരു പേരുണ്ട്, ആശാരി എന്നല്ല, ശശികുമാർ. ശശികുമാർ ആശാരി, ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. വേണ്ടെങ്കി വേണ്ട. മര്യാദ വേണ്ട. ആശാരി എന്താ പറയട്ടോ? എടാ, ഈ ആശാരി എന്നല്ലാണ്ട് പിന്നെ നമ്പൂരി എന്ന് വിളിക്കാൻ പറ്റും? പേര് വിളിക്കാലോ. അതിന്റെയും കൂടെ ഒരു ആശാരി എന്ന് ചേർക്കണം എന്തിനാ? എടാ, ഈ ആശാരി എന്നുള്ള ചീത്തപ്പേരല്ല. ആശാരി വലിയ ആളാ, ഉണ്ടാക്കുന്നവനാ, വിശ്വകർമാവ്. ഇത് അവള് കളിയാക്കിയത് അമ്മാവാ. എടാ, നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലുമായിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് എങ്ങനെയാ തോന്നാണ്ടിരിക്കുക? മോനെ, അങ്ങനെ അടിക്കരുത്. ഒട്ടോടി കൊണ്ട് ഉളി നോവരുത്, ഉളി കൊണ്ട് മരം നോവരുത്. എന്നാലേ മരം വഴങ്ങൂ. അപ്പോഴേ നല്ല പണിക്കാരനാകൂ. ഇതൊന്നും സാരമില്ലടാ, ശരിയാവും. നീ പണിതോ, മാ പിടി. ആ കണക്ക് എനിക്ക് മനസ്സിലായോടാ? കുട്ടാ, മോന് പണി പഠിക്കണോ വേണ്ടേ? ചോദിക്കാൻ എന്താ?
ചേട്ടാ ഉം. ഇതെന്താ ചേട്ടാ? മുഴക്കോല് ചാച്ചി മുഴക്കോല്. ഓ, മുഴക്കോല്. ഇത് സംഭവമാവാ കളിയാക്കണതാ. അതിനാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നലാ. ഇനി ഞാൻ നല്ല കണ്ണു വെട്ടം തെറി വിളിക്കും. ഏത് തമ്പരാട്ടോ ഇല്ലും കൊള്ളാം. തമ്പുരാട്ടിയോ? അവള് തമ്പുരാട്ടിയൊന്നും അല്ല, അത് ഇവിടെ വേലക്ക് നിൽക്കണ പെണ്ണാ. അത് ശരി. വേഷവും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലോത്താന്ന്. അതെയോ? എന്നോടങ്ങനെ പറയുകയും ചെയ്തു. അവള് ഇവിടെ തന്നെയാ വളർന്നതേ.